നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് ഇപ്പോൾ സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മെയ് മാസത്തെ പെൻഷൻ തുകയാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു മാസത്തെ കുടിശ്ശിക കൂടി കൂട്ടിച്ചേർത്ത് 3200 രൂപ സംസ്ഥാനത്തെ 50 ലക്ഷത്തോളം ആളുകൾക്ക് സംസ്ഥാന സർക്കാർ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് ഈ ഒരു തുക അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട്. കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇന്നലെയും ഇന്നും നാളെയുമൊക്കെ ആയിട്ട് വിതരണം പൂർത്തിയാക്കും. അപ്പോൾ ഇത്തരത്തിൽ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തിയ ആളുകൾ പലരും നമ്മളുടെ വീഡിയോയുടെ താഴെ കമൻറ്റായി ചോദിക്കുന്നുണ്ട്, എനിക്ക് 200 രൂപ കുറച്ചാണ് കിട്ടിയത്. ഒരാളുടെ കമൻറ്റ് ഇത്തരത്തിലാണ്, 2600 രൂപ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പെൻഷൻ തുക കുറയുന്നതെന്ന്. നമുക്കറിയാം, ഇപ്പോൾ സംസ്ഥാനത്ത് മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് 3200 രൂപ വിതരണം നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 3200 രൂപ ലഭിക്കേണ്ട ആളിന് 2600 രൂപ മാത്രമാണ് ലഭിച്ചതെന്ന് ഞാനിന്ന് കമൻറ്റിൽ കണ്ടു. അപ്പോൾ ഇതെന്താണ് ഇത്തരത്തിൽ വന്നതെന്ന് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടും ഇതുവരെയും മനസ്സിലാകാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് നമ്മളുടെ കേന്ദ്ര സർക്കാരിൻ്റെ വീതം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കാണ് ഇത്തരത്തിൽ കുറവുകൾ സംഭവിക്കുക. അപ്പോൾ കേന്ദ്ര വിഹിതം നമുക്കറിയാം, ഒരു മാസം 1600 രൂപ സംസ്ഥാന സർക്കാർ നൽകുന്നതിൽ 300 രൂപ ചില ആളുകൾക്ക് കേന്ദ്ര വിഹിതം നൽകുന്നുണ്ട്. ചില ആളുകൾക്ക് 200 രൂപ, ചില ആളുകൾക്ക് 500 രൂപ. ഇത്തരത്തിലാണ് കേന്ദ്ര വിഹിതം ലഭിക്കുന്നത്. ഇത്തരത്തിലുള്ള 8.5 ലക്ഷത്തോളം ആളുകളാണ് നമ്മളുടെ സംസ്ഥാനത്ത് ഉള്ളത്. അപ്പോൾ ഈ ഒരു 8.5 ലക്ഷം ആളുകൾക്ക് ഈ ഒരു തുക 200 ആണ് അവരുടെ കേന്ദ്ര വിഹിതമെങ്കിൽ 200 രൂപ കുറച്ചിട്ട് മാത്രമായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തുക. 2024 മുതൽ ഈ ഒരു കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാർ നേരിട്ട് സംസ്ഥാനത്തെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെ, അതായത് ഈ ഒരു 8.5 ലക്ഷത്തോളം ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കാമെന്ന് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ നേരിട്ടാണ് ഇപ്പോൾ ഈ ഒരു തുക അവരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് ഈ ഒരു തുക നിക്ഷേപിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ആളുകളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക കുറവ് വരുന്നത്. നേരത്തെ ഇത് സംസ്ഥാന സർക്കാർ ആദ്യം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വിഹിതത്തോടൊപ്പം വിതരണം ചെയ്യുകയും പിന്നീട് കേന്ദ്ര സർക്കാർ ഈ ഒരു തുക നമ്മളുടെ സംസ്ഥാന സർക്കാരിന് കൈമാറുന്ന രീതിയുമായിരുന്നു. എന്നാൽ 2024 മുതൽ കേന്ദ്ര സർക്കാർ നേരിട്ട് അക്കൗണ്ടുകളിലേക്ക്, പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ തുക നിക്ഷേപിക്കാം എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം സംസ്ഥാന സർക്കാർ നൽകാതെ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം മാത്രം ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. ഈ ഒരു തുക ഇനി നമ്മളുടെ അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിതരണം അല്ലെങ്കിൽ ആ ഒരു വിഹിതം വിതരണം ചെയ്യുമ്പോൾ എത്തുന്നതായിരിക്കും. എന്നാൽ ഈ ഒരു വിഹിതത്തിൻ്റെ വിതരണ തീയതി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. അത് പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളെ അറിയിക്കും. ഇനി മറ്റൊന്ന്, നമ്മളുടെ പെൻഷൻ തുക വാങ്ങുന്ന അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് എങ്കിൽ ആ ഒരു അക്കൗണ്ട് വഴി നടത്താവുന്ന പരിധിയിൽ കൂടുതൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളിലേക്ക് പിന്നീട് തുക എത്തുമ്പോൾ ആ ബാങ്ക് ചെറിയൊരു പിഴ ഈടാക്കും. ഇത്തരത്തിലും നമ്മളുടെയൊക്കെ അക്കൗണ്ടുകളിൽ നിന്നും പൈസ കുറയുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സീറോ ബാലൻസ് അക്കൗണ്ടുകൾ വഴി പെൻഷൻ വാങ്ങുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക. അവർ ഈ ഒരു അക്കൗണ്ട് സേവിങ് ബാങ്ക് അക്കൗണ്ടായി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 500 രൂപ മിനിമം ബാലൻസ് നിലനിർത്തിയാൽ മാത്രം മതിയാവും നമ്മളുടെ അക്കൗണ്ടുകളിൽ നിന്ന് 1 രൂപ പോലും കുറയുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ സേവിങ് ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ വാങ്ങുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മിനിമം ബാലൻസ് എത്രയാണോ നമ്മളുടെ അക്കൗണ്ടിന് നിർദ്ദേശിച്ചിട്ടുള്ളത് ആ ഒരു മിനിമം ബാലൻസ് തുക എപ്പോഴും നിലനിർത്തുവാൻ നോക്കേണ്ടതാണ്. ഇല്ല എങ്കിൽ മിനിമം ബാലൻസ് ഇല്ലാത്ത അക്കൗണ്ടുകളിലേക്ക് പിന്നീട് പെൻഷൻ തുക എത്തുമ്പോൾ സേവിങ് ബാങ്ക് അക്കൗണ്ടുകൾ ആണെങ്കിൽ പോലും ആ പെൻഷൻ തുകയിൽ നിന്നും കുറവുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പെൻഷൻ തുകയിൽ കുറവുകൾ വരുന്ന ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള അറിയിപ്പിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. താങ്ക്